ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കഹാ ഹം കഹാ തും എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ പ്ലസ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഹിന്ദി സീരിയലിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ എപ്പിസോഡ് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് രോഹിത് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവനെ കണ്ടതും അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ അവനെ വായി നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് അവനോട് ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവനത് മെല്ലെ മെല്ലെ തള്ളിക്കളയുന്നുണ്ട്. എന്നിട്ട് അത് മൈൻഡാക്കാതെ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ പകുതി മുക്കാൽ ലേഡി സ്റ്റാഫും നമ്മുടെ രോഹിത്തിൻ്റെ ഫാൻസ് ആയിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോനാക്ഷിയുടെ പാർവതിയുടെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള ആ സീരിയൽ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഒരു കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം സോനാക്ഷിയുടെ വലിയ ഫാനാണ് ആ കുട്ടിയെന്ന്. അപ്പോൾ അന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി അവളുടെ അമ്മയോട് എനിക്ക് പാർവതി ചേച്ചീനെ കാണണം, എനിക്ക് പാർവതി ചേച്ചീനെ വിളിച്ചതായോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോൾ അവളുടെ അമ്മ സോനാക്ഷിക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ആ കുട്ടിയോട് നല്ല കമ്പനിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ അസുഖമൊക്കെ വേഗം ഭേദമാവും, നീ ഒരിക്കലും പേടിക്കാനൊന്നും പാടില്ല, നീ എപ്പോഴും സ്ട്രോങ് ഗേളായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടിയുടെ പേര് പ്രീതി എന്നാണ്. അപ്പോൾ പ്രീതിയോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സോനാക്ഷി അവളുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയുകയാണ്, ഞാനൊരിക്കലും അവളോട് പറഞ്ഞിട്ടില്ല അവൾക്ക് ഏറ്റവും വലിയ ഓപ്പറേഷനാണ് നടക്കാൻ പോകുന്നതെന്ന്. അതൊക്കെ അറിഞ്ഞാൽ അവൾ നന്നായിട്ട് പേടിക്കും. ഞാൻ അവളോട് ചെറിയ ചെക്കപ്പിനാണ് നമ്മളിങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞേക്കുന്നതെന്നൊക്കെ സോനാക്ഷിയോട് പറയുമ്പോൾ സോനാക്ഷി പറയുന്നുണ്ട് അതെന്തായാലും അവളോട് പറയാഞ്ഞത് നന്നായി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പ്രീതിയുടെ അമ്മ സോനാക്ഷിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇത്രയും വിലപ്പെട്ട സമയം ഇത്ര ബിസി ആയിരുന്നിട്ടും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ചിലവാക്കി എന്നൊക്കെ പറയുമ്പോൾ സോനാക്ഷി പറയാണ് എനിക്ക് പ്രീതിയോട് സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ സീൻ അവിടെ കട്ടാവാണ്. പിന്നെ രോഹിത് ആ കുട്ടീനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ഹാർട്ട് സർജറിയുടെ കാര്യം അവൻ പറയാൻ വേണ്ടി വരുമ്പോൾ ആ കുട്ടിയുടെ അമ്മ അവൾക്കത് അറിയില്ല, പറയണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ആ കുട്ടിയുടെ അടുത്തിരുന്നിട്ട് മെല്ലെ സമാധാനത്തോടു കൂടി ആ കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് ബാക്കിയുള്ള കുട്ടികളെ പോലെ ഓടാനോ ചാടാനോ ഒന്നും കളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇല്ല എന്ന് പറയുമ്പോൾ അവൻ പറയാണ് നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമില്ലേ? അപ്പോൾ ആ കുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ആ കുട്ടികളുടെ പോലെ തന്നെ കളിക്കാനും ചാടാനും ഓടാനും ഒക്കെ പറ്റും. ഈ നിൻ്റെ ഹാർട്ടിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്, അപ്പോൾ അത് ഞാൻ അടച്ചു തരും. അപ്പോൾ അത് അടച്ചാൽ നിനക്ക് ബാക്കിയുള്ളവരെ പോലെ കളിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി സോനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കുട്ടിക്ക് സോനാക്ഷി ഒരു കവിത ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 ലൈൻ അവന് ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഭയത്തിന് മുന്നിൽ മുട്ടുകുത്താൻ വേണ്ടി പാടില്ല, അപ്പോൾ ഭയം തന്നെ നമ്മളെ പേടിച്ച് ഓടും എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയാണ് നിനക്ക് ധാരാ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ നിൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാണ് എൻ്റെ അമ്മ ഒന്നുമല്ല, എനിക്ക് പാർവതി ചേച്ചിയാണ് പഠിപ്പിച്ച് തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ് നിൻ്റെ പാർവതി ചേച്ചി നല്ല ആളാണല്ലോ, നല്ല കവിതയുമാണ്, എനിക്കിത് നീ പഠിപ്പിച്ച് തരില്ലേ എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയാണ് എന്നെ വേഗം ഭേദാക്കിയാൽ ഞാൻ ആ ചേച്ചീനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടി അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തേന്ന് അവൻ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാണ് എൻ്റെ പാർവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഹഗ് ചെയ്താലേ എൻ്റെ അസുഖമൊക്കെ വേഗം ഭേദാവും എന്ന് പറയുമ്പോൾ അവൻ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ കുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ പാർവതി ചേച്ചിക്ക് ഒരു ഹഗ്ഗൊക്കെ കൊടുക്കേണ്ടതാണ്, കാരണം നിന്നെ ഇത്ര ധൈര്യമുള്ള ആളാക്കി മാറ്റിയില്ല, അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് നീ ചേച്ചിക്ക് ഹഗ്ഗ് കൊടുക്കില്ലേ എന്ന് പറയുമ്പോൾ ആ കുട്ടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ ഹഗ് ചെയ്യുമ്പോൾ സോനാക്ഷിക്ക് അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. അത് അവൾ അവിടുത്തെ ഡയറക്ടറോടും പറയുന്നുണ്ട് എനിക്ക് ഈ ലോകത്തിലെ എല്ലാ സ്നേഹവും എന്നെ വന്ന് മൂടുന്നത് പോലെയൊക്കെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തൊക്കെയോ നല്ലത് നടക്കാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫീലിൽ അവൾ ചിരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഷൂട്ടിംഗ് സെറ്റാണ് കാണിക്കുന്നത്. ആ ആഴ്ചയിൽ TRP വന്നപ്പോഴും അവരുടെ ആ ഷോ തന്നെയായിരിക്കും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു ഡാൻസ് സീക്വൻസിൻ്റെ ഷൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ആ സീരിയലിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സോനാക്ഷിയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ആൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സോനാക്ഷി അയാളെക്കുറിച്ച് പറയാണ് ആളുടെ പേര് സുമിത് എന്നാണ്. ഞങ്ങൾ സീരിയലിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നല്ല സ്നേഹത്തോടെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഷൂട്ട് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആയാൽ ഞങ്ങൾ തനി ശത്രുക്കൾ മാത്രമാണ്. ഇതുപോലൊക്കെ തന്നെയും ബാക്കി എല്ലാ സീരിയൽസിലൊക്കെ ഉണ്ടാവുക. നമ്മൾ ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് സ്നേഹത്തോടെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ക്യാമറ ഓഫ് ആക്കിയാൽ ആ ജന്മ ശത്രുക്കളായിരിക്കാം എന്നൊക്കെ അവൾ ചിരിച്ചിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രീതിയുടെ ഓപ്പറേഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ രോഹിത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നേഴ്സൊക്കെ അവനെ നല്ല രീതിക്ക് പൊക്കി പറയുകയാണ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത എല്ലാവരും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ പ്രീതിയുടെ അമ്മ എനിക്ക് ഡോക്ടറിന് നല്ല വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷേ അവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ മുഖം ആകെ പോവുകയാണ്, അവനാകെ അസ്വസ്ഥനാവുന്നുണ്ട്. എന്നിട്ട് അവൻ നേരെ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ടൊരു നമ്പറിലേക്ക് അവൻ കോൾ ചെയ്യുകയാണ്. പക്ഷേ ആ നമ്പർ ഒരു പരിധിക്ക് പുറത്തു നിന്നാവും വിളിക്കുമ്പോൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അവൻ മനസ്സിൽ ഇങ്ങനെ പറയാണ്, ആ സെപ്റ്റംബർ 26 ആ രാത്രി എന്നെ വിട്ട് പോകുന്നില്ല, പിന്നെയും ആ ഒരു ഓർമ്മ എന്നെ പിന്തുടരുന്നുണ്ട് എന്ന് അവൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. സോനാക്ഷിനെയാണ് കാണിക്കുന്നത്. ഡാൻസ് ഷൂട്ടിൻ്റെ ഇടയ്ക്ക് അവൾ തല ഇറങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡയറക്ടേഴ്സൊക്കെ വേഗം ഡോക്ടേഴ്സിനെ വിളിക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പുറത്തേക്ക് ഓടുന്നുണ്ട്, ഡോക്ടേഴ്സിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്തായിരിക്കും നമ്മുടെ രോഹിത്തിൻ്റെ കാറ് അതുവഴി പോകുന്നുണ്ടാവുക. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാറും ഏതായാലും ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് കണ്ടിട്ട് അവർ ആ വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാളവിടെ വയ്യാണ്ട് കിടക്കുന്നുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറയുമ്പോൾ അവനതിന് സമ്മതിക്കുന്നുണ്ട്. അവൻ ആ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടുത്തെ പൊടിയൊക്കെ അടിച്ചിട്ട് അവന് ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ അവരോട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ അവർ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുകയാണ്, ഇത് ശരിക്കും ഡോക്ടർ തന്നെയാണ്, ശരിക്കും ഒരു ഹീറോയിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പേഷ്യൻ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ സോനാക്ഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് കുറച്ച് നേരം. അതിനുശേഷം അവളുടെ പൾസ് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവളുടെ കൈമേലാകെ വളയും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇത്ര വളകളുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പൾസ് നോക്കുക എന്ന് പറയുമ്പോൾ അവരത് ഊരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവളുടെ പൾസ് നോക്കുന്നുണ്ട്, അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കാണാമറയത്ത് എന്നുള്ള മലയാളം സീരിയൽ കണ്ടവരിതിലുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ നാഗിൻ 3 എന്നുള്ള സീരിയലും ബന്നീച്ചോ ഹോം ഡെലിവറി എന്നുള്ള സീരിയലും ഒപ്പം ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താച്ചെങ്കിൽ പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.